വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ അടിപൊളി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. Among Us in real life അഥവാ Ghost Among Us challenge part 3. അപ്പോൾ ഇന്ന് നമ്മൾ ഈ Among Us ചാലഞ്ചിന്റെ മൂന്നാമത്തെ പാർട്ട് കൊണ്ടിട്ടാണ് ഗയ്സ് വന്നിട്ടുള്ളത്. ആദ്യത്തെ പാർട്ട് നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന് 6 പേരും കൂടെ ചെയ്യാൻ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാർട്ട് 6 പേരും കൂടെ ചെയ്തു. അതിനും ഒരുപാട് റിക്വസ്റ്റ് വന്ന് അപ്പൊ ഞങ്ങൾ ഇന്ന് 4 പേരും കൂടെ മൂന്നാമത്തെ പാർട്ട് ചെയ്യാൻ പോവാ. ഇനി നാലാമത്തെ പാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ അതെ അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാലഞ്ച് ആണിത്. കസിൻസ് ഒക്കെ ആയിട്ട് കൂടി ചേരുന്ന സമയത്ത് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി. അതെ, ഹൈഡ് ആൻഡ് സീക്ക്, പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ, പിന്നെ എന്താ പറയാ ഒളിച്ചു കളി, ഇങ്ങനത്തെ കളികളൊക്കെ അല്ലേ. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് രാത്രി വീട്ടുകാരെ ഉണർത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ ചാലഞ്ചിന്റെ റൂൾസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ കണ്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി അഥവാ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടാൽ നിങ്ങൾക്ക് റൂൾസ് മനസ്സിലാവും. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലാണെന്നല്ലോ. അപ്പൊ ഇതാണ് ഗയ്സ് നമ്മൾ ഈ ക്രൂമേറ്റ്സും ഇമ്പോസ്റ്ററും എഴുതിയിട്ടുള്ള ബൗള്. ഇതിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകളാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ റൂമിനെ പറ്റി പറഞ്ഞു തരണ്ടല്ലോ. ഇതാണ് നമ്മുടെ മീറ്റിംഗ് ഏരിയ. ഇവിടെ ഇതാണ് നമ്മുടെ ബസർ വരുന്നത്. നമ്മള് ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ബസർ അടിക്കും. എന്നിട്ട് ഇവിടെ ഒരു മീറ്റിംഗ് കൂടും. ആ മീറ്റിംഗിലൂടെയാണ് നമ്മൾ ആരാണ് ഇമ്പോസ്റ്റർ എന്ന് വോട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം എന്തെങ്കിലും ഇമ്പോസ്റ്റർ അവിടെ നിൽക്കുന്ന ഷാമി 2 തവണയൊക്കെ ഇമ്പോസ്റ്റർ ആവാൻ പറ്റാത്തതിന്റെ ഭയങ്കര വിഷമത്തിലാണ്. ഇത്തവണ പറ്റൂന്നാ പറയുന്നത്. അപ്പൊ ഗയ്സ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത്തവണയും നമ്മൾ കൊല്ലാൻ പോകുന്നത് നമ്മളുടെ ടൂൾ ഡബിൾ സൈഡ് ആണ്. അതെ, ഇങ്ങനെ ഒട്ടിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇമ്പോസ്റ്റർ ആരാ ക്രൂമേറ്റ് ആരാന്നുള്ള സെലക്ട് ചെയ്യാം. അതെ, അപ്പൊ കണ്ണടച്ചെടുത്തേ. രണ്ടെണ്ണം മനസ്സിലാവട്ടെ. ഞാൻ കാണിക്കും കേട്ടോ ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. നല്ല നല്ല വെറൈറ്റി ടാസ്ക് പ്രാവശ്യം ഉണ്ടാവണേ എന്നാണ് എന്റെ ഒരു ഇത്. എല്ലാവർക്കും നല്ല പണി കിട്ടണം. ഞാൻ അത് കാണിക്കാം ഗൈസ്. ഇതാണ് എനിക്ക് കിട്ടിയ ജോലി. ആസ് യൂഷ്വൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് ഈ ജോലിയാ കിട്ടിയത് ഗൈസ്. എനിക്ക് ഇതാണ് ഗൈസ് കിട്ടിയത്. എനിക്ക് കിട്ടിയ പണി ഇതാണ്. ഇതൊരു വല്ലാത്ത പണിയായി പോയി. നല്ല വെറൈറ്റി ടാസ്ക് ആണ്. വലിയ പണികളാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇരിക്കുന്നതിന്റെ പണിയാവോ എനിക്ക് കിട്ടിയ ടാസ്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് സൈലന്റ് ആവാൻ പോവാണ്. സ്റ്റാർട്ട്.
ഡെഡ് ബോഡി ഫൗണ്ട്, ഡെഡ് ബോഡി ഫൗണ്ട്. ഡെഡ് ബോഡി ഫൗണ്ട്. ഡെഡ് ബോഡി ഫൗണ്ട്. ഇതിന് പ്രത്യേകിച്ച് ബോട്ടിന്റെ ആവശ്യം. നെഞ്ഞത്ത് വെടിയേറ്റിട്ടാണ് മരിച്ചത്. അല്ലല്ല, തോളലിന് പരിക്കേറ്റു. തോളലിൽ പരിക്കേറ്റിട്ടാ. എണീറ്റോളൂ, എണീറ്റോളൂ. പ്രേതം വരൂ. പ്രേതം എണീറ്റ് വരുന്നുണ്ട്. വെൽക്കം ഹോം. മുഖത്ത് കാണുന്നുണ്ട്. നമ്മുടെ ഇതിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് ഇത്രയും വിവരം കേട്ടൊരു വിവരം കിട്ട ടാസ്കുകൾ എഴുതിയിടുന്നവർ അത് ആലോചിക്കണമെന്നായിരുന്നു എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഗൈസ് 5 കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്റെ കൂടെ അതിദാരുണമായി തോളലിന് പരിക്കേറ്റിട്ടാണ് ഇത്തവണ ഇവിടെ ഒരു മർഡർ നടന്നിട്ടുള്ളത്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പറയാത്തതായിരിക്കും നല്ലത്. അതെ, പറയാത്തതായിരിക്കും നല്ലത്. അത് ചെയ്ത പ്രതി അത്രയും എന്താ പറയാ, തെളിവുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. തെളിവുകളൊക്കെ പ്രേതം എടുത്ത് കാണിക്കുന്നുണ്ട്. ചെയ്ത പ്രതിക്ക് ഒരു മണ്ടത്തരം പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായത്തിൽ പണ്ടത്തെ ടാസ്കുകൾ എഴുതി ഇട്ടു എന്നുള്ളതാണ്. നമുക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ അതിദാരുണമായ ഒരു സംഭവം നടത്തിയത് ഷാമിയാണെന്നാണ് എന്റെ ഒരു നിഗമനം. എന്റെ ഒരു നിഗമനവും ഷാമിയാണെന്നാണ്. കാരണം ഞാൻ നോക്കുന്ന എല്ലാ സമയത്തും ഇദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു സമയത്ത് ഉണ്ട് ഇദ്ദേഹം മാത്രം മുകളിലേക്ക് കയറി. ഒരു വല്ലാത്തൊരു ചിരിയോടെ, വല്ലാത്തൊരു അതെയോ, ഇങ്ങനെ നടന്നിട്ട് ഉള്ളൊരു വല്ലാത്തൊരു നടത്തം, വല്ലാത്തൊരു എക്സ്പ്രഷനും എല്ലാം കൂടി ആള് മുകളിലേക്ക് കയറി വരുന്നത് കണ്ടു. അതോടെ എനിക്ക് എന്തോ ഒരു പന്തികേട് മണത്തതാണ്. അപ്പൊ തന്നെ നമ്മുടെ കൂടെയുള്ള ഒരാള് ഡെഡ് ബോഡി ഫൗണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിലൂടെ എനിക്ക് ഷാമിയാണ് എന്നാണ് എന്റെ ബലമായ സംശയം. ഞാൻ വോട്ട് ചെയ്തത് എനിക്ക് ആദ്യമായിട്ട് കുറ്റം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരു വഴിയില്ല. ആഗ്രഹിച്ചൊരു ഇമ്പോസ്റ്ററിലേക്ക് കിട്ടി. ഇമ്പോസ്റ്റർ കിട്ടിയപ്പോ ഈ വള്ളിന്റെ ബാക്കില് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിപ്പോ ഇമ്പോസ്റ്റർ ഓൾറെഡി പറഞ്ഞല്ലോ. ഞാൻ തന്നെ ഏറ്റെടുത്ത എന്റെ ഒരു കുഴിയായിരുന്നു. അതായത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. കാര്യം അതെ, ഒരാളെ ഫോളോ ചെയ്തിട്ട് കൂട്ടത്തിലുള്ള ഒരാളെ ഫോളോ ചെയ്ത് നടക്കാന്നുള്ളതായിരുന്നു എന്റെ ടാസ്ക്. ഈ ഇമ്പോസ്റ്റർ തന്നെ ചൂസ് ചെയ്യുന്നത് എന്റെ തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചിലപ്പോൾ തന്നെ എനിക്ക് വള്ളിയാവാൻ സാധ്യത ഉണ്ട്. അതെ, വാങ്ങിയ മരണമാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒപ്പം നടക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ ഒപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നത് എന്ത് ടാസ്ക് ആവുക കിട്ടിയ. പിന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഇരട്ട വെച്ച പോലെ നടന്നോണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് ഒരാളെ കാണണ്ടില്ല. ഇവരെ കൊല്ലാണെന്നുണ്ടെങ്കിലും 5 ഇത് കാണും. 5 വല്ലാത്തൊരു അവസ്ഥ പെട്ട് കൂടെ നടന്ന ആളും പെട്ട്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവരെ രണ്ടാളും ആരെയും കൊല്ലുകയാണെങ്കിൽ ഈ ഇങ്ങോട്ട് വരുമ്പോഴേക്കും എനിക്ക് വരാൻ പറ്റുള്ളൂ. അതുവരെ എനിക്ക് വരാൻ പറ്റില്ല. വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതല്ലാതെ ബസ്സർ അടിക്കാനോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല. രണ്ടും കൂടെ തന്നെ എനിക്ക് വരാം. പക്ഷെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂലേ എന്തായാലും ലോക്കാണ്. അത് ഏത് രീതിയിൽ നോക്കി കഴിഞ്ഞാലും ലോക്കാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കുറെ നേരം എന്റെ പിന്നാലെ നടക്കുന്നു. ഞാൻ എങ്ങനെ അറിയോ, ഞണ്ട് നടക്കുന്ന പോലെ എനിക്കതാ കിട്ടിയ ടാസ്ക്. ഞണ്ട് നടക്കുന്ന പോലെ സൈഡിലേക്ക് നടക്കാൻ. ഞാൻ ഇങ്ങനെ നടന്നു പോവാ. എന്റെ വലിയതാരാ ഞാൻ വിചാരിച്ചു ഇതിനെ തന്നെ അങ്ങോട്ട് കൊല്ലാം. കൂടെ നടന്നില്ല എനിക്ക് ഓരോ മൂലയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ട് സ്റ്റെയർ ഈ 2 ടാസ്കുകളും ഞാൻ എഴുതിയതായിരുന്നു. ടാസ്ക് പറയണം. ഷാമിന്റെ റൂമിലെ ബെഡ്ഷീറ്റ് ഒരു കള്ളി പുതിയ ബെഡ്ഷീറ്റ് ആണ് വെച്ചിട്ടുണ്ട്. അതിന് സ്ക്വയർ രണ്ടെണ്ണത്തിന് ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാം. ആരാണ് റൂംമേറ്റ്, ആരാണ് ഒന്നൊന്നേ കിട്ടിയത്? എനിക്കൊന്നും കിട്ടിയില്ലേ? എടുത്തോ. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എടുത്തു. ഗൈസ്
ഇത് ആണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക്. നമ്മളെല്ലാരും സൈലന്റ് ആയിട്ട് നമ്മുടെ ടാസ്കിലേക്ക് കടക്കുകയാണ്. അതെ. Guys, dead body found! Dead body found! Guys, dead body found! Guys, dead body found! Dead body found! Dead body found!
വളരെ മികച്ചൊരു കൊലപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. വെൽ പ്ലാൻഡ് ആയിരുന്നു. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ. ആളില്ലാത്ത സമയത്ത് ആരോ കേറി തട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രേതം വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, കൊലപാതക ചില്ലറക്കാരനല്ല, സോറി കാര്യല്ല. ഈ കൊലയാളി കുറച്ചധികം ക്രൂരനാണെന്ന് എനിക്ക് തോന്നുന്നു. കൊലയാളികളെല്ലാം ക്രൂരന്മാരാണെങ്കിലും ക്രൂരി ആയിക്കൂടെ? ക്രൂരനാണ്, ക്രൂരിയും ക്രൂരരും ഒക്കെ അവൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സത്യം പുറത്ത് വരട്ടെ. അപ്പൊ നമ്മൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ കൂടെ ഇത്രയും നേരം ചിരിച്ചു കളിച്ചോണ്ടിരുന്ന ശ്രീ പെട്ടെന്നാണ് എന്താ പറയാ കൊളാപ്സ് ടൈപ്പ് ആയത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഫസ്റ്റ് വോട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് അത് ചെയ്തത് ഇദ്ദേഹമാണെന്നുള്ളത്. പേര് സൽമാൻ. ഓക്കെ ഗൈസ്, എന്റെ അഭിപ്രായത്തിൽ അത് ചെയ്തത് ഷാമിയാണ്. കാരണം ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞ് താഴോട്ട് വരുന്ന സമയത്ത് ഞാൻ കൈ പൊക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ 5 കണ്ടപ്പോ കൈ പൊക്കുന്ന ആ ഗ്യാപ്പിലാണ് ഷാമി ഇതിലൂടെ കയറി പോകുന്നത് കണ്ടത്. അപ്പൊ ഞാൻ പിന്തുടർന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ച സങ്കട കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങാൻ കാത്തു നിന്നതാണ് ഷാമി തിരിച്ചു കയറാൻ വേണ്ടിട്ട്. അല്ലാതെ വർക്ക് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി ഷാമിക്ക് തിരിച്ച് മുകളിലോട്ട് കയറി പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഇവിടെ നടന്നു. ഇതിപ്പോ എന്റെ വോട്ടാണ് ഇതിൽ വളരെ നിർണായകമായിട്ടുള്ളത്. ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വ്യക്തമായിട്ട് സോഫയിൽ വന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സല്ലു കൈപൊക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ മൊമെന്റിൽ ഷാമി റഷ് ചെയ്ത് റൂമിലോട്ട് ഓടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. പക്ഷെ കൊലപാതകം കഴിഞ്ഞ ശേഷം അത് ആള് കണ്ടുപിടിച്ചോ എന്നറിയാൻ വേണ്ടി സല്ലു തിരിച്ചു പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ ഞാൻ പറയുന്നത് ഇമ്പോസ്റ്റർ സല്ലു ആണ്. നിരപരാധിത്വം ഞാൻ തെളിയിക്കണം. എന്റെ അടുത്ത് കാട് വീണു ഞാൻ തന്നെ ഇമ്പോസ്റ്റർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാക്ക അവിടുത്തെ കൈ പൊക്കാതെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. കാക്കി ശ്രീയും മാത്രം മോളിലുണ്ടായിരുന്നു. അപ്പൊ കാക്ക അവിടുന്ന് മോളിന് ഇറങ്ങി കൈ പൊക്കാതെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ആ മുഖം കണ്ടപ്പോഴേ കളലക്ഷണം തോന്നി. ജർമ്മന ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയത്. അപ്പൊ പോയി ശ്രീ ഉണ്ട് അവിടെ കിടക്കുന്നത്. ഞാൻ അതേ സംശയം തോന്നിയത്. കാര്യം ഷാമി പെട്ടെന്ന് ആ റൂമില് എന്താ സംഭവം എന്നുള്ള അറിയാൻ വേണ്ടി പോയി നോക്കി. ഇവൻ അതെ, ഈ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞ് ഇവളാണെന്ന് വരുത്തി തീർക്കാൻ പിന്നാലെ പോയതാണ് അവിടെ സംഭവിച്ചത്. നീക്കമായിരുന്നു. ഞാനും വിചാരിച്ചു ഇതിപ്പോ ഷാമിന്റെ തലയിലേക്ക് പോകുമല്ലോ. പക്ഷെ 2 റൗണ്ട് ഇമ്പോസ്റ്റർ പൊട്ടി പാടി എല്ലാരും കൂട്ടത്തിൽ നടക്കല്ലേ. എനിക്ക് ടാസ്ക് കൈ പൊക്കി നടക്കാൻ. സോറി മറന്നുപോയി. എനിക്ക് ടാസ്ക് കിട്ടിയ ഫാൻ ഓണാക്കി പക്കസംഖ്യ നോക്കി ഇരുന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഫ്രണ്ടിനെ പോലെ ഞാൻ എല്ലാ ചെടികളിൽ പോയിട്ട് തംസപ്പ് ഇങ്ങനെ ചീറപ്പയില്ലേ അത് ഞാൻ എഴുതിയതാ. വെരി ഗുഡ്. എനിക്കോ? എനിക്ക് കിട്ടിയ ടാസ്ക് എല്ലാ ജനാലും എന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ടാറ്റ ഇതിപ്പോ ഇവിടെ താഴത്ത് നോക്കിയപ്പോ ഒരു 3 ആളും കൂടി നിൽക്കുന്നത്. മുകളിലോട്ട് വന്നപ്പോഴും 3 ആളും ഒരുമിച്ച് വന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പേസ് തരണ്ടേ? കൊലയാളിക്ക് കൊല്ലാൻ വേണ്ടി സ്പേസ് കൊടുക്കുന്നതല്ല സംഭവം. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട്. അപ്പൊ നമ്മള് 3ാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. ഇമ്പോസ്റ്റർ ജയിക്കോ തോക്കോ നമുക്ക് കാണണം. ഇതുവരെ ഇമ്പോസ്റ്റർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇമ്പോസ്റ്ററിന്റെ ഈയിടെയായിട്ട് ഭയങ്കര ഒരു അടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിക്കാം. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. ഓക്കെ, ടാസ്കുകളൊന്നും വേണ്ടായിരുന്നു. കൂടെ നടക്കുന്ന വെച്ചിന്റെ കൂടെ നടക്കണ്ട. എനിക്ക് കിട്ടിയ ടാസ്ക് കഴിച്ച് ഇതാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. ആരും മിണ്ടിയില്ല. കാണില്ല. അർത്ഥം മനസ്സിലാവും. പിന്നെ മനസ്സിലാവില്ല.
Dead body found! Dead body found! Dead body found, guys. Dead body found! Dead body found, guys! Dead body found, guys! Oh my god! ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ ഗൈസ്. ഞാൻ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കണ്ടതേ ഇല്ല. Oh my god! ഞാൻ ആ റൂമിൽ തിരിച്ചു വരുമ്പോഴാണ് dead body കണ്ടത്. Come on, dead body! Okay, dead body ദാ guys. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതേ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഡെഡായ അതേ സ്ഥലം. Oh my god. ആ ഒരു ആശ്ചര്യം മുഖത്തുണ്ട് ഇപ്പോഴും. ഞാൻ ചത്തുപോയോ? അടുപ്പിച്ച് 2 റൗണ്ടിൽ 2 തവണ ഒരാൾ മരിച്ചു. അതെ, ഭീകരമായ കൊലപാതകമായിരുന്നു അത്. എനിക്ക് പലരും ഇവിടെ സംശയമുണ്ട്. സംശയമില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രണ്ടാമത് പ്രേതമായ പ്രേതം വരുന്നുണ്ട് കൈ. ഇതിൽ ചാമാന്നുള്ള നേർച്ചെടുത്തിട്ട് വന്നതാണോ? പക്ഷെ സുമതിയോളം പിന്നെയായത് വളരെ വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. കാര്യം പിന്നെയും പിന്നെ നമ്മളെ വിട്ടുപോകുന്നില്ല. അതെ, ഇത്തവണ കുറച്ചുകൂടെ കലിപ്പിലാണ്, കാരണം ദാരുണമായ കൊലപാതകം. 2 റൗണ്ടിൽ അടുപ്പിച്ചായതല്ലേ, കുറച്ച് കലിപ്പൊക്കെ ഉണ്ടാവും. പിന്നെയും ഞാൻ മരിച്ചെത്താന്നുള്ള വിഷമത്തിലാണ്. അതെ, നമുക്ക് എന്നാൽ തുടങ്ങിയാലോ? വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നെഗറ്റീവ് ടാസ്ക് എന്ന് പറഞ്ഞാല് ബ്ലാങ്കറ്റ് തലയിൽ കൂടെ ഇട്ടിട്ട് 15 മിനിറ്റ് ഈ വീട് മൊത്തം നടക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആരെങ്കിലും കൊല്ലോ എന്നുള്ള ഭയത്തിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഇന്ന് ആരും ആരെ കൊന്നു എനിക്ക് മനസ്സിലാവില്ല, കാരണം ഞാൻ അവരെ കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ചാവാൻ റെഡി ആയിട്ടായിരുന്നു ഓരോ സ്റ്റെപ്പുകളും ഞാൻ എടുത്തു വെച്ചിരുന്നത്. അതിന് തെളിവായിട്ട് ഞാൻ ക്യാമറ എങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം തെളിവുകൾ നമുക്കിപ്പോ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ഇപ്പൊ അവിടുന്ന് സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഡെഡ് ബോഡി ഇല്ല, കാരണം ഞാൻ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കാലുകൊണ്ട് നോക്കിയിട്ടാ വന്നത്. ഞാൻ ഇറങ്ങിയതിന് എന്റെ തൊട്ട് പിന്നിലാണ് ആ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അവിടെ ഉണ്ടായിരുന്നത് കാക്കി 5 ആയിരുന്നു. എന്തോ 5 ഡെഡ് ബോഡി അല്ല, എന്തോ 5ന്റെ ഒരു ഈ പറയുന്നത് ശരിയല്ലോ, ഉപദ്രവകാരിയാണ്. 5ന്റെ ഒരു കിതപ്പും വെപ്രാളവും ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 5 ആണ് ഇമ്പോസ്റ്റർ. ഓക്കെ, ഇനി ഞാൻ പറയണോ താങ്കൾ പറയുന്നു? ഞാൻ പറയാം. എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റൂമിൽ തന്നെ ഉള്ള A4 ഷീറ്റുകൾ എത്ര ഉണ്ടെന്ന് എണ്ണുക എന്നുള്ളതായിരുന്നു. വെരി ഗുഡ്. അത് ഞാൻ എണ്ണി ഒരു 28 18 എന്തോ എത്തിയപ്പോ തന്നെ ഈ കൊലപാതകത്തിന്റെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആരാണ് കൊന്നതെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്യലായിരുന്നു. പക്ഷെ 5 റൂമിലോട്ട് വന്നത്. പക്ഷെ 5 റൂമിലോട്ട് വരണമെങ്കിൽ ഇതൊരു ഭയങ്കര അപ്പോ എന്റെ ഒരു സംശയത്തിൽ ഞാന് ഷാമിക്കാണ് സ്പോട്ട് ചെയ്യുന്നത്. ഷാമി ആവാനാണ് സാധ്യത ഇമ്പോസ്റ്റർ. എനിക്ക് തോന്നുന്നത് ഷാമി തന്നെയാണ്. കാര്യം
ഞാൻ ആ സ്റ്റെപ്പിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഷാമി ഒന്നാമത് എന്താ വെച്ചാൽ ഓക്ക് ഒരു ഐഡിയ ഉള്ളത് മൊത്തത്തിൽ പുറച്ചിരിക്കുന്നതുകൊണ്ട് ഓള് ചെയ്യൂല എന്നുള്ളത് ആൾക്കാർ വിശ്വസിക്കും എന്നുള്ളതിന്റെ പേരിൽ അതിന്റെ തലയിലിട്ട പോലാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാനും ഷാമിക്ക് വോട്ട് ചെയ്തു. ഓക്കെ, എല്ലാരും എന്നെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരുപാട് എന്നെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ കേട്ടോണ്ടിരുന്നു. ഇനി എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കണല്ലോ. ഞാനും തെളിയിക്കണല്ലോ, കാര്യം എനിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ണ് കാണാതെ നടക്കുന്ന ഞാൻ ക്രൂമേറ്റ് ആണ് ഗൈസ്. ഞാൻ ഇമ്പോസ്റ്റർ ആണ് ഗൈസ്. കണ്ട അറിഞ്ഞൂടെ 5 ചെയ്യുന്നുള്ളത്. അത് ഞാൻ അവിടെ ഇരിക്കുക 5 വന്ന് ഞാൻ ഈ തലയിൽ മൂടി പൊച്ചാണ് നേരെ ഞാൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നു. കാര്യം മാത്രമേ അത് കാണാനുള്ളൂ, ഇവിടെ അധികം കാണൂല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ പിന്നെ ആലോചിച്ച് വോട്ട് ചെയ്തതിന് ഈ മൂടി പൊച്ച് നടക്കില്ലേ. ഞാൻ വിചാരിച്ചു ഇവിടെ ഈ റൂമിലോട്ട് വന്നിട്ട് ഇവിടെ എന്റെ അടുത്ത് കുറച്ചു നേരം ഗോഷ്ടി കാണിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ പോയിട്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് വന്ന് കൊന്നിട്ടുണ്ടാവും. ഇത്തവണ ഇമ്പോസ്റ്റർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നീതി കിട്ടിയില്ല. നീതി ഇല്ലാതെ അലയുകയാണ്. ഞാൻ വിചാരിച്ച് പറയാൻ പറ്റുമോ 5 എന്നുള്ളത്. ഞാൻ തലയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവളല്ലേ തലയിലിട്ട് ഈ കളത്തരം കൊണ്ട് നടക്കുകയാണെങ്കിലോ അത് പറയാൻ പറ്റൂല. ടാസ്ക് ആണല്ലോ. ഈ പ്രാവശ്യം അബദ്ധം പറ്റി. സാർ നെക്സ്റ്റ് ടൈം നോക്കാം. ഫസ്റ്റ് 2 റൗണ്ടിൽ ഇമ്പോസ്റ്റർ തോറ്റെങ്കിലും 3ാമത്തെ റൗണ്ടിൽ ഞാൻ ഇമ്പോസ്റ്റർ ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ലാസ്റ്റ് റൗണ്ടിൽ ആരാണ് ഇമ്പോസ്റ്റർ നമുക്ക് നോക്കാം. കാത്തിരുന്ന് കാണാം. നീതിക്ക് ഫസ്റ്റ് ഞാൻ ഗൈസ് ഇതാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് എനിക്ക് കിട്ടിയത്. ഗൈസ് ഇതാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ടാസ്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതെ, അത് ഞാൻ എഴുതിയതായിരുന്നു. ഞാനത് ഗൈസ് ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. അടുത്ത ഞാൻ. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഓക്കേ റെഡി? സ്റ്റാർട്ട് ചെയ്യാം.
ഡെഡ് ബോഡി വരുന്നുണ്ട്. പോക്കറ്റിൽ കൈ ഇട്ടിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. തോളലിലും പരിക്കേറ്റ ഒരുവിധം ആൾക്കാരൊക്കെ മരിക്കും. എന്ത് നാവുകൾ കുഴയുന്നുണ്ടോ? അത് കുഴയും. ശരിയാണ്, കുഴയും. ഡെഡ് ബോഡിക്ക് അപ്പോഴും മാന്യത. ഡെഡ് ബോഡിന്റെ വസ്ത്രം വരെ തിരിഞ്ഞു പോയി. അതെ. എനിക്ക് ഇതില് സംശയമുള്ളത് ആരെയാന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആണ് ആ സംശയം. കാരണം ഞാൻ അവിടെ മുകളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ടാസ്ക്, അതായത് റൂമിൽ പോയിട്ട് 10 പ്രാവശ്യം കറങ്ങുക എന്നുള്ളായിരുന്നു. ഓരോരോ ഭാഗത്ത് പോയിട്ട് 10 പ്രാവശ്യം കറങ്ങുക എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ ടാസ്ക്. ഞാൻ ടാസ്ക് കിട്ടി വളരെ അധികം എന്താ പറയാ തല ചുറ്റിയ രീതിയിലായിരുന്നു ഫുൾ ടൈം നടന്നുകൊണ്ടിരുന്നത്. ആൾക്കാർ തല ചുറ്റിക്കാനുള്ള ഒരു ശ്രമം. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തല ചുറ്റി നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇമ്പോസ്റ്റർ ആരാ നോക്കാനുള്ളത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ടെടുക്കാണോ ഇമ്പോസ്റ്റർ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എല്ലായിടത്തും പോയി ഇങ്ങനെ ക്ലാപ്പ് അടിക്കുന്ന സ്ലോ മോഷനിൽ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാക്കാണല്ലോ ഡെഡ് ബോഡി ആയത്. അപ്പം ഞാനും ആ സംശയം മാറി കിട്ടി. ഞാനും അഞ്ചി മാത്രമാണ് മുകളിലുള്ളത്. അപ്പൊ എന്റെ ബലമായ സംശയമല്ല, ശരിയായ സംശയം അഞ്ചിയാണ് ഇമ്പോസ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ശ്രീക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു എനിക്ക് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ആണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് കിട്ടിയത് ടാസ്ക് എന്ന് പറഞ്ഞാല് ഹാളിൽ പോയിട്ട് ഒറ്റക്കാലില് 15 മിനിറ്റ് നിൽക്കുക എന്നുള്ളതായിരുന്നു. അതെ, അപ്പൊ ആ സ്ഥലത്ത് നിന്ന് അനങ്ങാത്തോണ്ട് തന്നെ ഇദ്ദേഹം അല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ മരിച്ചത് കാക്കായതുകൊണ്ട് ബോഡി ആണല്ലോ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടേ ഇല്ല. പിന്നെ ഷാമിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കെതിരെ പറഞ്ഞത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നേരത്തെ കൊലപാതകം നടത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഇപ്പൊ ഞാനാണ് കൊലപാതകം നടത്തിയത്, അതുപോലെ തലയിൽ ഒരു മറ ഇട്ടിട്ട് കൊലപാതകം എന്തുകൊണ്ട് ചെയ്തുകൂടാൻ ചിന്തിച്ച പോലെ തന്നെ കറങ്ങി കറങ്ങി മറ്റുള്ളവരെ കറക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പൊ അതിൽ ഷാമിയാണ് പ്രിയ സുഹൃത്തിനെ വകവരുത്തിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ എന്റെ ഒരു വാക്കാണ് ഇവിടെ ഭയങ്കര നിർണായകമായി നിൽക്കുന്നത്. ഞാൻ മുകളിലെ ശബ്ദങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളത് ശരിയാണ്. എനിക്ക് എന്റെ ഊഹം വെച്ചിട്ട് ഞാൻ കാണുന്നത് 5 നേരം താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അവിടെ എന്തൊക്കെയോ എണ്ണയൊക്കെ ആയിരുന്നു. പിന്നെ ഷാമി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നിന്നിങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന കണ്ടിരുന്നു. തിരിഞ്ഞു കണ്ടിരുന്നു. അപ്പൊ പിന്നെ പെട്ടെന്നൊരു അലർച്ചയായിരുന്നു. അങ്ങനെയാണ് ബോഡി ഫൗണ്ട് ചെയ്തു എന്ന് എല്ലാരും അറിഞ്ഞത്. പെട്ടെന്ന് എന്തൊക്കെയോ സൗണ്ട് ഒക്കെ കേട്ടു. എനിക്ക് രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് സംശയിക്കാം. എനിക്ക് തോന്നുന്നത് ഷാമിയാണ് എന്നാണ്. ഞാൻ ഷാമിക്ക് വോട്ട് ചെയ്തു. ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോവാണ്. ഞാൻ തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് റോളിൽ ഇമ്പോസ്റ്റർ എന്തുകൊണ്ടോ ഇമ്പോസ്റ്റർ തോൽക്കുന്ന ഒരു ടൈപ്പ്. അതെ, കുറച്ചും കൂടെ ഇമ്പോസ്റ്റർ തോറ്റു വരുന്ന ഒരു, അതായത് സത്യം ജയിക്കണം എന്നാണ് സത്യം ജയിക്കണം. കാര്യം എല്ലാത്തിന്റെ അവസാനം സത്യത്തിന് മാത്രമേ ജയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇമ്പോസ്റ്റർ തോറ്റു വന്നത്. ഒരു തവണ മാത്രം വന്നു, അത് ഒരു ഇമ്പോസ്റ്റർ കിട്ടി, ഞാൻ തന്നെ ജയിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതാന്ന് എന്തായാലും കമന്റ് ബോക്സിൽ നമുക്ക് 6 പേരെ വെച്ചിട്ടാണ്. 6 പേര് വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സംശയിക്കാൻ ആൾക്കാരെ പിന്നെ എല്ലാവർക്കും കള്ളലക്ഷണം ജന്മനുള്ളത് കൊണ്ട് അതൊരു കൂടായി. വീഡിയോ എത്ര ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നു. ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയുമ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമ്പോൾ. This is Srilakshmi. This is Shamya. This is Sanjita. Signing off.